വെൽക്കം ബാക്ക് ടു സലാം ലേണിംഗ് അനിറ്റമിസ് ആണ്. സോ മക്കളെ, നിങ്ങൾ എല്ലാവരും ഇതാ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജനുവരി ഒക്കെ ഇതാ കഴിയാറായി. ഇനിയും നമുക്ക് ആനുവൽ എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങണല്ലേ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠനത്തിന്റെ തിരക്കിലാണ്, ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്കായിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നമ്മുടെ ആരോഗ്യത്തെ പറ്റി പഠിക്കുന്ന ഒരു മനോഹരമായ ചാപ്റ്റർ നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലില്ലേ, അപ്പൊ ആ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾക്ക് കുറേ ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിന്റെ പേര് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ജീവികൾ ആരാണെന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്താലോ? ആരൊക്കെയാണ്? യെസ്, നമ്മുടെ ഈച്ചയുണ്ട്, അതുപോലെ തന്നെ കൊതുകുണ്ട്. അപ്പൊ ഈച്ച അതുപോലെ തന്നെ കൊതുക് ഇവരൊക്കെ പരത്തുന്ന രോഗങ്ങളെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞു വെക്കണം. അപ്പൊ ഈച്ചയും കൊതുകും മാത്രമൊന്നും അല്ല കേട്ടോ, വേറെയും ധാരാളം ആൾക്കാരുണ്ട്. എലിയൊക്കെ പരത്തുന്ന രോഗങ്ങൾ ഏതാണെന്ന് നമുക്കൊക്കെ അറിയാവോ? അതുപോലെ തന്നെ ഈ ജീവികൾ മാത്രമല്ല, വെള്ളത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എനിവേ, നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോവാം. ഇവിടെ ഇതാ നമ്മുടെ കൊതുക് മൂലം ഉണ്ടാവുന്ന കുറച്ച് രോഗങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയവയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. അപ്പൊ ഏകദേശം ഒരു 2 എണ്ണത്തിന്റെയെങ്കിലും പേര് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ വയറിളക്കം, കോളറ ഇവയൊക്കെ ആര് പരത്തുന്ന രോഗമാണ്? ഈച്ച മൂലമുണ്ടാവുന്ന രോഗമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമ്മുടെ എലി മൂലമുണ്ടാവുന്ന രോഗങ്ങളും കൂടെ എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന കൊതുകിലൂടെ, ഈച്ചയിലൂടെ, എലിയിലൂടെ, വെള്ളത്തിലൂടെ, വായുവിലൂടെ, സമ്പർക്കത്തിലൂടെ പകരുന്ന കുറച്ച് രോഗങ്ങളുടെ പേരാണ്. ഇപ്പൊ കൊതുകിലൂടെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ. ഇനി ഈച്ചയാണെങ്കിൽ കോളറ, ഡിസെൻറ്ററി. ഇനി എലിയാണെങ്കിൽ പ്ലേഗ്, എലിപ്പനി. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി വെള്ളത്തിലൂടെ പകരുന്ന കുറച്ച് രോഗങ്ങളുടെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടൈഫോയിഡ്, എലിപ്പനി, മഞ്ഞപ്പിത്തം. ഓക്കെ. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതാ? നമ്മളിപ്പോ കോവിഡ് സമയത്തൊക്കെ നമ്മൾ എല്ലാവരും മാസ്ക് യൂസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ കോവിഡ് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ജലദോഷം, ചിക്കൻ ബോക്സ്, ക്ഷയം, കോവിഡ് ഒക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ഇനി സമ്പർക്കത്തിലൂടെ, അതായത് നമ്മൾ പരസ്പരം ഇങ്ങനെ ടച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ തൊട്ടിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കോവിഡ്, അതുപോലെ തന്നെ പനി, പിന്നെ ചെങ്കണ്ണ് മുതലായവ. അപ്പൊ ഇങ്ങനെ വിവിധ ജീവികൾ കാരണം ഉണ്ടാവുന്ന രോഗങ്ങള്, വിവിധ രീതിയിൽ വരുന്ന രോഗങ്ങള് ഒക്കെ അവരുടെയൊക്കെ പേരുകള് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഇതുപോലുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനകത്ത് വരുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും എല്ലാ കോണ്ടന്റ് വീഡിയോസുകളും നിങ്ങൾ കാണണം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.